അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുക. അത് പാനിയാകാൻ വെക്കുന്ന സമയത്ത് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക, കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ നിങ്ങൾക്ക് ചേർക്കാം. ഇവിടെ ഇപ്പം വെച്ച് ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ശർക്കര പാനി നല്ല രീതിക്ക് ഇങ്ങനെ അരിച്ചൊഴിച്ച് കൊടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ ഒരു കട്ടയും പൊടിയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ഈ ശർക്കര പാനി അരിച്ചിങ്ങനെ എടുക്കണം. ഓൾറെഡി ഒരു തവണ അരിച്ചതാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ അരിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ അരിച്ച് നല്ല രീതിക്ക് നമ്മളിതിലേക്ക് ഒഴിച്ച് കുറച്ച് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും വയനയില എടുക്കുക, നമ്മളിങ്ങനെ മടക്കി ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്ന്. നമ്മുടെ കുമ്പിളപ്പം അല്ലെങ്കിൽ വയനപ്പം എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. പണ്ടൊക്കെ ഇത് നമ്മുടെ വീടിനടുത്തുള്ളൊക്കെ മാമിമാരും അവരൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പം ഉമ്മച്ചി പണ്ടേ പറയുന്ന കാര്യമാണ് ഇതൊരു ദിവസം ഉണ്ടാക്കി നോക്കണമെന്ന്. അപ്പോൾ ഇത് കുറച്ച് വയനയില നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിട്ടിയതല്ല, എവിടെ നിന്നോ പറിച്ചതാണ്, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും കുറച്ച് വയനയപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുക. ഇത് ഉമ്മച്ചി തലേ ദിവസം രാത്രിയാണ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. കാരണം അന്ന് രാത്രി ഇതും ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുടിച്ചില്ല, രാത്രി പറ്റിയില്ല. അതുകൊണ്ട് പിറ്റേന്ന് ഉമ്മച്ചി എന്ത് ചെയ്തു, ഒരു പാത്രത്തിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പിറ്റേന്ന് ഞാൻ സ്കൂളിൽ എക്സാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇതുപോലെ ഒന്നെടുത്ത് കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ.